നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ദീപ്തിയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് വേദ ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വന്നേ. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ ടെൻഷൻ അടിച്ചിരിക്കുന്ന കണ്ടു. ഈ സമയത്ത് വേദയോട് പറഞ്ഞു, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടും കാര്യമില്ല. അല്ല, എനിക്ക് ദീപ്തിയെ കാണണം, അവളെ കണ്ട് സംസാരിച്ച അവളോട് ചില കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം. നീ ഉപദേശിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവളത് കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിലും ഉപദേശിക്കാനുള്ള യോഗ്യതയും കാര്യങ്ങളൊന്നും നിനക്കില്ല എന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോ വേദ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യാം, ഞാൻ തൽക്കാലം എന്തെങ്കിലും ചെയ്യാന്ന് പറയണം. വിക്രസ്വാമി, അതെ, ഞാൻ ചെയ്യാന്ന് പറയണം. ഓ, അപ്പം എനിക്കറിയാം, മലയ്ക്ക് പോവാൻ മാല ഇട്ടിട്ടും വിക്രസ്വാമിയുടെ മനസ്സിൽ വേറെ പല ചിന്തകളും അല്ലേന്ന് ചോദിക്കുകയാണ്. എന്ത്? അതെ, ഇനിയിപ്പൊ അവിടെ പോയി വഴക്കുണ്ടാക്കാനോ പ്രശ്നം ഉണ്ടാക്കാനോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതിനൊന്നും മുതിരുകയും ചെയ്യണ്ടെന്ന് പറയണം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, വഴക്കുണ്ടാക്കാനെന്ന് ആര് പറഞ്ഞു? ഒരുപക്ഷെ ദീപ്തിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നോടം വരെ അവനെ ഞാൻ ഇവിടുന്ന് മാറ്റാം. അതാ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ വേദ പറഞ്ഞു, അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല. പിന്നെയോ, ഞാനിത് എങ്ങനെയാലും കൈകാര്യം ചെയ്തോളാം. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, നിന്നെ കൊണ്ട് തന്നെ പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ സഹായിക്കാന്ന് പറഞ്ഞല്ലോ, പക്ഷെ പകരം എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്തുപകാരം? ശ്രീനിവാസ് സാറിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വേദ പറഞ്ഞു, ഓഹോ, അപ്പൊ ഞാൻ ആ വക്കാലത്ത് ഏറ്റെടുക്കാൻ പാടില്ലല്ലേ? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എന്താണെങ്കിലും അത്ര വലിയ ത്യാഗമൊന്നും സ്വാമി ഇപ്പൊ ചെയ്യണ്ട. മലയ്ക്ക് പോകാൻ മാലയുടെ സമയത്ത് ഒരു ക്രിമിനലിനെ രക്ഷിക്കാനായിട്ട് അങ്ങനെയുള്ള ചിന്ത പോലും ഉണ്ടായിക്കൂടാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അങ്ങനെ എന്റെ അനുജിത്തെ എന്തായാലും രക്ഷിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ത് വേണമെന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി. പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ വേദയുടെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുവാണ്. അങ്ങനെ കഥവ് തുറന്നിറങ്ങി വന്ന പത്മയാണ്. അഹം മോളോ, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. ഇത് എന്ത് പറ്റി ഈ വഴിക്ക് ഇറങ്ങാനായിട്ട്? ഞാൻ ഇന്നലെ ദീപ്തി ഒന്ന് സ്വപ്നം കണ്ടമ്മേ, അപ്പൊ എനിക്ക് അവളെ കാണണം തോന്നി. അങ്ങനെ സ്വപ്നം കണ്ടിട്ടാണെങ്കിലും നിനക്ക് ഈ വഴിക്കൊന്ന് വരാൻ തോന്നിയല്ലോ, നല്ല കാര്യം. അല്ല, നീ സുഖമായിട്ടിരിക്കുന്ന മോളെ, എത്ര ദിവസമായി നിന്നെ കണ്ടിട്ടെന്നൊക്കെ പത്മ പറഞ്ഞു. ആ സമയത്ത് വേദ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ലമ്മേ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അതെ, മോൾക്ക് ഞാൻ കുടിക്കാൻ ചായ എന്തേലും എടുക്കാം. അല്ല, ദീപ്തി എന്തിയമ്മേ? അവള് മോളത്തെ മുറിയിലുണ്ടെന്ന് പറയണേ. ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദ നേരെ മോളത്തെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം ദീപ്തി വരുണിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയം വരുണിനോട് പറഞ്ഞു, എടാ, ഇന്നിനിയിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല, നാളെ കാണാം. നാളെ ഒരു കാര്യം ചെയ്താൽ മതി, നീ കോളേജിന്റെ ഫ്രണ്ടിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും. ടേക്ക് കെയർ, ലവ് യു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇച്ചിരി കിന്നരിച്ചിട്ട് അങ്ങനെ ഫോൺ വെക്കാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് കഥയെ മുട്ടുന്ന ശബ്ദം കേട്ടെ. ആരായിരിക്കും ഈ സമയത്ത് എന്നൊക്കെ ഓർത്തുകൊണ്ട് ദീപ്തി വന്ന് കഥവ് തുറക്കുവാണ്. ആരാ എന്താന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടാണ് അങ്ങനെ കഥവ് വന്ന് തുറക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് കഥവ് തുറന്നു വരുന്ന ദീപ്തി വേദയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി. പിന്നീട് വേദ ചോദിച്ചു, അല്ല, നീ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി പറഞ്ഞു, അല്ല, ചേച്ചിയെ പ്രതീക്ഷിക്കാനായിട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരാളോടൊപ്പം പോയതല്ലേ, അങ്ങനെയുള്ള ചേച്ചിനെ ഞാൻ എങ്ങനെ ഇവിടെ പ്രതീക്ഷിക്കാനായിട്ടാ? ആ സമയത്ത് വേദ പറഞ്ഞു, മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ തെറ്റായ ഒരു വണ്ടിയെ കയറി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരിയായ ദിശയല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തന്നെ ഇറങ്ങണം. പിന്നെ കൂടുതൽ ദൂരം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടുതൽ ദുഃഖിക്കേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾക്ക് പിന്നോട്ട് സഞ്ചരിക്കാനായിട്ട് കുറെ ദൂരം വരേണ്ടതായിട്ട് വരും. അത് പിന്നെ കൂടുതൽ പ്രയാസമുള്ള കാര്യമാണെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി പറഞ്ഞു, ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതിനൊരു മാറ്റമില്ല. പിന്നെ ഇതൊക്കെ പറയാൻ ചേച്ചിക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നേ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം പോയതല്ലേ മോളെ? അങ്ങനെയല്ല ഇവിടുത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ. എങ്ങനെയല്ലെന്ന്? ഒരുത്തും ബലമായിട്ട് കഴുത്തി താലിയാർത്തി, എന്നിട്ടോ അവനാണ് തന്റെ ജീവിതത്തിലെ എല്ലാന്നും പറഞ്ഞുകൊണ്ട് ആ കൂടെ പോയി. അല്ല, ചേച്ചി അവനോടൊപ്പം പോയി കഴിഞ്ഞപ്പോ അവനെ കുറിച്ചുള്ള പാസ്റ്റും കാര്യങ്ങളൊക്കെ ചേച്ചി അന്വേഷിച്ചായിരുന്നെന്ന് ചോദിച്ചു. ആ സമയം വേദ പറഞ്ഞു, മോളെ, ഇതങ്ങനെയാണോ? നീ മനഃപൂർവ്വം എനിക്ക് വരുണിനെ ഇഷ്ടമാ. ഇനിയിപ്പൊ ചേച്ചി എന്നല്ല ആര് പറഞ്ഞാലും അത് മാറാനായിട്ട് പോകുന്നില്ല. ചേച്ചി എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? എന്താണെങ്കിലും ചേച്ചിയുടെ ഭർത്താവിന് ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും ആ ശ്രീനിവാസനോടൊപ്പം ചേർന്നിട്ട് ഓരോ ഗുണ്ടാപ്പണികളും ചെയ്തോണ്ടിരിക്കുമല്ലേ. എന്നിട്ട് ആ ചേച്ചിയാണോ എന്നെ ഉപദേശിക്കാൻ വന്നേക്കെന്ന് ചോദിക്കുകയാണ്. വേദ പറഞ്ഞു, ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക. വിക്രത്തെ പോലെയൊന്നും അല്ല ഈ വരുണെന്ന് പറയുന്നവൻ. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് നിനക്ക് ശരിക്കും മനസ്സിലാഞ്ഞിട്ടാ. എന്ത് മനസ്സിലാക്കാനായിട്ട്? എനിക്കെല്ലാം അറിയാം ചേച്ചി. അവനൊരു ഭൂതകാലം ഉണ്ടായിരുന്നു. എനിക്കറിയാം, അവന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവന്റെ ജീവിതത്തിൽ കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കില് ഇപ്പൊ അവൻ നല്ലവനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരാൾ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവനെ ഒറ്റപ്പെടുത്തി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അവൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ അവനും വിശ്വാസമാണ്.
അവൻ നല്ല പാതയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അവനിപ്പോൾ സപ്ലൈ എഴുതാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അധികം വൈകാതെ ഞങ്ങൾ പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനത്തെ മാറ്റാനായിട്ട് ആർക്കും സാധിക്കില്ല എന്ന് പറയണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഞാൻ അച്ഛനോട് പറയുമെന്ന് പറയാം. ആണോ? അച്ഛനോട് പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണോ? ആയിക്കോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അച്ഛനോടോ അമ്മയോടോ ആരുടെ വേണമെങ്കിലും ചേച്ചി പറഞ്ഞു. അങ്ങനെ ഈ ഭീഷണിക്കകത്തൊന്നും വഴങ്ങുന്ന ആളൊന്നുമല്ല ദീപ്തി. ഇപ്പൊ പോയി പറയണോ? അച്ഛൻ താഴെയുണ്ട്, പോയി പറഞ്ഞിട്ട് പോരെ. അങ്ങനെ ഭീഷണിപ്പെടുത്തി വെക്കാനൊന്നും ചേച്ചിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയിട്ട് പിന്നെ പറഞ്ഞു, ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇനി ഇത് ഈ പേരും പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്. ഇനി ഇതിന്റെ പേരില് ഇതേ വരുണ്ണ ഉപദ്രവിക്കാനായിട്ട് ഭർത്താവിനെ ഇറക്കി വിട്ടാണ്ടല്ലോ, ഈ ദീപ്തിയുടെ മറ്റൊരു മുഖം കാണേണ്ട വരും. അതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി കഥമൊക്കെ വലിച്ചടച്ചു. വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. വേദ ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് താഴേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ വേദ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പത്മ അങ്ങോട്ട് ജ്യൂസൊക്കെ ആയിട്ട് എല്ലുവേണം. ആഹാ, മോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോന്നോ? ഞാൻ ഇതുമായിട്ട് മുകളിലേക്ക് വരാൻ തുടങ്ങുമായിരുന്നു. ഇതേ മോളിത് കുടിക്കാൻ പറയണം. അങ്ങനെ വേദ അത് വാങ്ങി. എന്താ മോളെ, ഭയങ്കര സംസാരമായിരുന്നല്ലോ ദീപ്തിയായിട്ട്. ആ, ദീപ്തിയായിട്ട് സംസാരിച്ചു. അല്ല, അവളുമായിട്ട് എന്താ ഇന്നത്തെ കാര്യമായിട്ട്? ചുമ്മാ പഠിത്തത്തെ കുറിച്ചൊക്കെ. ഓ, പഠിത്തം മുമ്പൊക്കെ അവള് നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഇപ്പൊ പഠിത്തമൊക്കെ കണക്കാന്ന് പറയണം. കോഴ്സിന്റെ ഭാഗമായിട്ട് ഏതോ ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പോയി വന്നതിന് ശേഷം പഴയതുപോലെ ഒന്നും അല്ല, പഠിത്തം കാര്യങ്ങളൊന്നുമില്ല. എപ്പൊ നോക്കിയാലും ചാറ്റിങ്ങും ഫോൺ വിളിയും മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോകുന്നില്ല. എന്തേലും ആയിക്കോട്ടെ എന്ന് വെച്ചു. അടുത്ത വർഷം എന്താണെങ്കിലും അവളുടെ കല്യാണം നടത്തണമെന്നാ അച്ഛൻ പറയണേ. 1-2 പേരോടൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന എൻ്റെ ആഗ്രഹം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, എന്നാൽ ശരിയമ്മേ, ഞാൻ പോട്ടെ എന്ന് പറയണ. അല്ല മോളെ, നീ ഇത് മൊത്തം കുടിച്ചല്ലോ, എനിക്ക് മതിയമ്മേ, അല്പം ധൃതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ അവൾ മുറ്റത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരുവാണ്. ശങ്കരനാരായണൻ കാറിനകത്ത് നിന്ന് ഇറങ്ങിയിട്ട് വേദ വിളിച്ചു, എന്താ ഇവിടെ നിന്ന് ചോദിക്കുക. അല്ല, ഞാൻ ദീപ്തി ഒന്ന് കാണാൻ വേണ്ടി വന്നാ. ദീപ്തിയെ കാണാനോ? എന്ത്? അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പത്മ വന്നിട്ട് പറഞ്ഞു, അതെ, ദീപ്തി എന്തെങ്കിലും സ്വപ്നം കണ്ടു പോലും, അതുകൊണ്ട് ദീപ്തിയെ കണ്ടെന്ന് സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. ആ സമയത്ത് വേദ വിളിച്ചു, അല്ല നിനക്ക് എന്തെങ്കിലും പറയാണ്ടേ? ഒന്നുമില്ല അച്ഛാ, ഒന്നുമില്ല. എന്നാൽ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ വേദ അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് പത്മയോട് ചോദിച്ചു, അല്ല എന്താ പത്മ, ദീപ്തിയായിട്ട് അവൾ എന്താ സംസാരിച്ചെന്ന് ചോദിക്കുക. അതെന്താണെന്ന് അറിയില്ല, അവള് മുകളിലേക്ക് പോയി, അവർ രണ്ടുപേരും മുകളിലിരുന്നാ സംസാരിച്ചെന്ന് പറയണം. ഇത് വെറുതെയുള്ള വരവല്ല പത്മേ. വെറുതെയുള്ള വരവല്ലെന്നോ? അതെ, സ്വപ്നം കണ്ടിട്ടുള്ള വരവല്ല. അവൾക്ക് ദീപ്തിയോട് കാര്യമായിട്ട് എന്തോ സംസാരിക്കാണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവള് വന്നേ. എനിക്ക് അവളെ അറിയാലോ. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായി. സാരമില്ല, എന്താണെന്നറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കരനാരായണന്റെ അകത്തേക്ക് കയറിപ്പോയി. പിന്നീട് വിക്രം ശ്രീനിവാസനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ ശ്രീനിവാസനുമായിട്ട് സംസാരിക്കണ സമയത്ത് സുധ ഉള്ളാസ് ചായ കൊണ്ടേ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, വേണ്ട സുധേച്ചി എന്ന് പറയണം. ആ സമയം ശ്രീനിവാസൻ പറഞ്ഞു, നീ ഇത്ര ടെൻഷൻ അടിക്കണേ എന്തിനാടാ? ദീപ്തിയുടെ കാര്യം ഓർത്തിട്ടാണോ? എന്നാലും നീ വേദയോട് പറഞ്ഞ് ശരിയായില്ല. കാരണം ദീപ്തിയുടെ കാര്യം പരിഹരിച്ചു കൊടുക്കുവാണെങ്കിൽ എന്റെ വക്കാലത്ത് നിന്ന് പിൻവാങ്ങണമെന്ന് അതത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം അവൾ എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? ഞാനും നീ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് തീരുമാനമാണെന്നല്ലേ വിചാരിക്കുള്ളൂ. സാറേ, എനിക്കപ്പോൾ അങ്ങനെ തോന്നിയത്. ഞാൻ അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞെന്ന് പറയണം. എടാ, ദീപ്തിയുടെ കാര്യത്തിൽ നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാം. മലയ്ക്കോ മാലയിട്ടിരിക്കുവോ നീ, ശരി തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യുക തന്നെ വേണമെന്ന് പറയണം. അത് കേട്ടപ്പം സുധ പറഞ്ഞു, അതെ ശ്രീനേട്ടൻ അറിയാലോ, മലയ്ക്ക് പോകുന്നല്ല വ്രതശുദ്ധിയോടെ വേണം. അല്ലെന്ന് ആര് പറഞ്ഞു? വ്രതശുദ്ധിയോടെ പോട്ടെ. ഈ പുരാണങ്ങളിലൊക്കെ കേട്ടിട്ടില്ലേ? ഈ പുരാണങ്ങൾ തന്നെ എന്തൊക്കെയാ പറയണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൃഷ്ടി സ്ഥിതി സംഹാരം, അതിനെക്കുറിച്ചൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ സുധേ? ഈ പുരാണങ്ങളിൽ പോലും ഓരോ അവതാരങ്ങൾ എടുത്തിരിക്കുന്ന എന്തിനാണെന്നറിയാവോ? ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാ. പിന്നീട് ശ്രീനിവാസൻ പറഞ്ഞു, നീയേ തൊഴുത് പ്രാർത്ഥിക്കാൻ പോകുന്ന അയ്യപ്പസ്വാമി പോലും അവതാരം എടുത്തത് ആരെ വധിക്കാനാണെന്നറിയാലോ? മഹിഷിയെ വധിക്കാനായിട്ടായിരുന്നല്ലോ. അതൊക്കെ നിനക്കറിയാലോ. അതുപോലെ ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ വിക്രം ഇങ്ങനെ നോക്കുകയാണ്. നീ പേടിക്കേണ്ട വിക്രം, നീ വ്രതശുദ്ധിയോടെ മലയ്ക്ക് പോയിട്ട് വാ. പിന്നീടുള്ള കാര്യം എന്താ വെച്ചാൽ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ദീപ്തിയെ രക്ഷിക്കാന്നുള്ളതല്ലേ? അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഞാനും ചെയ്യാം, നിന്നോടൊപ്പം ഞാനും ചേരാന്നൊക്കെ പറഞ്ഞ് വിക്രത്തിന് അങ്ങനെ വാക്കു കൊടുത്തു. പിന്നീട് നന്ദിനിയുടെ അടുത്തേക്ക് ശ്രീജ വന്നിട്ട് ചോദിച്ചു, അല്ല വേദയെ കൊണ്ടോന്ന് ചോദിക്കാം, അവളാ മുറിയിൽ എങ്ങാനും കാണുമെന്ന് പറയണ. അങ്ങനെ ശ്രീജ നേരെ വേദയുടെ അടുത്തേക്ക് ഇരുന്നപ്പോൾ വേദ ആകപ്പാടെ വിഷമിച്ച് മുറിയിലിരിക്കുകയാണ്. ആ കാഴ്ച കണ്ടപ്പത്തിന് ശ്രീജ ചോദിച്ചു, എന്താ വേദ, നിനക്കിത് എന്ത് പറ്റി? മുഖമൊക്കെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ.
ശ്രീജടുത്തി കഥ ഒന്ന് അടയ്ക്കാൻ പറയണം. അങ്ങനെ ശ്രീജ കഥ അടച്ചു. ആ സമയം പുറത്തിരുന്ന് നന്ദിനി ഓർത്തു, ഇതെന്താ പോലും കഥ കടച്ചിരുന്ന രണ്ടുപേരും കൂടെ എന്തായാലും സ്വകാര്യം പറയാണോ? ആ സമയത്ത് ഭേദ പറഞ്ഞു, അത് ശ്രീജടുത്തി പറഞ്ഞ കാര്യം സത്യം തന്നെയാ. അത് ആ പയ്യനുണ്ടായിരുന്നല്ലോ ദീപ്തിയുടെ കൂടെ കണ്ടേ, അത് വരുണായിരുന്നു പറയാണ്. വരുണോ? അവനെ അല്ലേ വിക്രം തല്ലിച്ചതച്ചേ? അതെ, അവനുമായിട്ടാണ് കൂട്ടുകെട്ട്. അല്ല, അവന് കൊള്ളരുതാത്തവനാണെന്നുള്ള കാര്യം ദീപ്തിയോട് പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ അവള് പറയുന്ന ഇപ്പൊ അവൻ പഴയതുപോലെയല്ല, അവൻ നന്നായെന്നൊക്കെ പറയണേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീജ പറഞ്ഞു, പ്രശ്നമായല്ലോ. അതെ, ഇനി എങ്ങനെ രക്ഷിക്കണമെന്നും അറിയത്തില്ല. ഞാൻ അവളോട് പോയി സംസാരിച്ചു, അവളൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. സാരമില്ല, നീ വിഷമിക്കണ്ട, നമുക്ക് എന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കാം. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നൊരു കാര്യമില്ല. ആ സമയത്ത് നന്ദിനി പതുക്കെ എഴുന്നേറ്റു. കഥ കടച്ചിട്ടിരിക്കുക, എന്താ സംസാരിക്കാന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാന്ന് കരുതിയിട്ട് കഥകിന്റെ അടുത്തേക്ക് പോയി ചെവി വെച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കാണ് അച്ചമ്മ അങ്ങോട്ട് വരുന്നത്. അച്ചമ്മ ഈ കാഴ്ച കണ്ടു. ഓഹോ, പെട്ടെന്ന് അച്ചമ്മ അങ്ങോട്ട് വന്ന് നന്ദിനിയുടെ ചെവിയെ പിടിച്ച് കിഴിക്കുകയാണ്. എടി, ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന ഒളിഞ്ഞു നിന്ന് കേൾക്കണേ. നാണം ഉണ്ടോടി നിൽക്കുന്നൊക്കെ പറയണം. അയ്യോ അച്ചമ്മ, ഭാര്യയും ഭർത്താവല്ല, പിന്നെ ആരുടെയെന്നും ചോദിക്കണം. ആ സമയത്ത് കഥ തുറന്ന് ശ്രീജയും വേദയും കൂടെ ഇറങ്ങി വന്നു. കണ്ടില്ലേ, ശ്രീജ അടുത്ത് വേദയായിരുന്നു. ആരാണെങ്കിലും ശരി, പുറത്ത് മറിഞ്ഞ് എന്നിങ്ങനെ കേൾക്കണം, അവരുടെ സംസാരം കേൾക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഓ, നന്ദിനി അടുത്ത് ഇവിടെ മറിഞ്ഞു നിൽക്കായിരുന്നോ? അല്ല, ഞങ്ങൾ പറഞ്ഞ വല്ലതും കേട്ടോ? ഇല്ല. അതെന്താളും നന്നായി അല്ലേ ശ്രീജ അടുത്തി? ഞങ്ങളെ നന്ദിനി അടുത്തേക്കിട്ടൊരു പണി തരാൻ വേണ്ടി പ്ലാൻ ചെയ്യുമായിരുന്നു. കേൾക്കാത്ത സ്ഥിതിക്ക് ആ പണി കൊടുക്കാല്ലേ? അതേന്ന് പറയണം. അങ്ങനെ അവർ രണ്ടും ചിരിച്ചോണ്ട് അങ്ങോട്ട് പോയി. തനിക്ക് പണി കിട്ടുമെന്ന് നന്ദിനി ഇങ്ങനെ ആലോചിച്ചു. ആ സമയത്ത് നന്ദിനിക്ക് നല്ല ദേഷ്യം വന്നു. അച്ഛമ്മ എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു, ഇതിനിട്ടുള്ള പണി ഞാൻ നിൽക്കത്ത് തരുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു, അതെ, എന്റെ കണ്ണിന് ഇച്ചിരി കാഴ്ചശക്തി കുറവാണെങ്കിലും ചെവിക്ക് നല്ല കേൾവിശക്തി ഉണ്ട്. നീ എന്ത് പണി തന്നാലും അതൊന്നും എനിക്ക് ഏൽക്കാൻ പോകുന്നില്ല നന്ദിനി. എനിക്കിട്ട് പണി തരാനായിട്ട് നീ വളർന്നിട്ടും ഇല്ലെന്ന് പറഞ്ഞ് അച്ഛമ്മ അങ്ങോട്ട് കയറിപ്പോയി. ശരിക്കും നാണം കെട്ടുപോയി നന്ദിനി. അതേസമയം ദീപ്തി ശങ്കരനാരായണനുള്ള ചായയൊക്കെ ആയിട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോഴേക്കും ദീപ്തിയോട് ചോദിച്ചു, നീ തിരക്കിലാണോ? അല്ല, എങ്കിൽ ഇവിടെ ഇരിക്കാൻ പറയണം. അങ്ങനെ ദീപ്തി ഇരുന്നു. എന്താ കാര്യം? അല്ല, നിന്റെ പഠനവും കാര്യങ്ങളൊക്കെ എങ്ങനെയായി? അതെ, ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ MSc ക്ലിനിക്കൽ സൈക്കോളജി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം. ഓ, അങ്ങനെയാണല്ലേ? അല്ല, അതൊക്കെ ആയിക്കോ, അതൊന്നും പ്രശ്നമല്ല. അത് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആകാലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും പഠിക്കാലോ എന്ന് പറയണം. കല്യാണമോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് ദീപ്തി ശങ്കരനാരായണൻ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.